രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മുരിങ്ങ കൂട്ടാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ, ഉച്ചത്തെ ഊണിന് വേണ്ടിയിട്ട്. അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടാവാത്ത മുരിങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്തിയിട്ടതാണ് കേട്ടോ. നോക്കുമ്പോൾ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴല്ലേ അതിൻ്റെ മുകളിലൊരു കായ നിൽക്കണു, ഒരു മുരിങ്ങക്കായ നിൽക്കണു കേട്ടോ. അപ്പോൾ വിഷമമായി. ഞാനാണെങ്കിൽ പൂവ് ഇലയൊക്കെ ആയിട്ട് പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു സങ്കടമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കണ്ടില്ല, മുരിങ്ങക്കായ ഉണ്ടാവാത്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരെണ്ണം മുകളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ എന്തായാലും പൊട്ടിച്ചു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതാ അങ്ങനെ വിസിലടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോവും. ഇടയ്ക്ക് കുക്കറിന് ഒരു കുഴപ്പമില്ല, ഇടയ്ക്ക് ഇതാ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് പിന്നെ ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് ചോറാണ് കേട്ടോ, കുക്കറിൽ തന്നെയാണ് വെക്കണത്. അപ്പോൾ ഇതാ വിറകൊന്നുമില്ല കേട്ടോ, അടുപ്പ് കത്തിക്കാനുള്ള വിറകും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പിന്നെ രാവിലെ നേരത്തെ കുട്ടികൾക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ ചോറ് വെക്കണമല്ലോ. അപ്പോൾ പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് വെക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഊരിയിട്ട് കഴുകിയിട്ട് ഊരിയാണ് കേട്ടോ. നല്ല തൂമ്പ് മുരിങ്ങയാണ് കേട്ടോ, അതിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഊരി കിണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോച്ചിലും കാര്യങ്ങളൊക്കെ കളയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കി, അതിലേക്ക് ചട്നി ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കി, അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചോറും കൂട്ടാനും വെക്കണം. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ളൊരു ദിവസമാണ്. ആരുമില്ല, ഞാനും കുട്ടികളും മാത്രമേ തന്നെ ഉള്ളൂ. അപ്പം ഇനി അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അത്യാവശ്യം അവർ സഹായിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഊരി വെച്ചു. എന്നാൽ മുരിങ്ങ കൂട്ടാനും വെക്കുക, സോയാബീൻസ് വറുക്കുക, എന്താ വെച്ചാൽ ചെയ്യുക. പിന്നെ അച്ചാറും മോരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് എന്നാൽ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഉണ്ട്, കുട്ടികൾ വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിച്ചോളും. അത് ഉണ്ണണ നേരത്തെ അവർ വേണമെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഒന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് വാർക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലതാണ്, ചോറ് കേടുവരില്ല. മാത്രമല്ല അങ്ങനെ വറ്റിച്ച് കഴിക്കണ അത്ര നല്ലതല്ലല്ലോ. കഞ്ഞിവെള്ളം അങ്ങോട്ട് പോന്നോട്ടെ. നമ്മൾ കലത്തിലൊക്കെ ചോറ് വയ്ക്കുമ്പോൾ എങ്ങനെ വാർക്കുക അതുപോലെ വാർക്കും. അപ്പോൾ പിന്നെ ഇത് പൂച്ചക്കുട്ടികൾക്കുള്ള ചോറ് ചൂടാറാൻ വയ്ക്കുകയാണ് കേട്ടോ. അവർക്ക് ആദ്യം കൊടുക്കണം. അവരെ തൃപ്തിപ്പെടുത്തിയാലേ നമുക്ക് പിന്നെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ക്യാറ്റ് ഫുഡ് പാലൊക്കെ കഴിച്ചതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പട്ടി വരുമ്പോൾ ആ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ അതും അവർക്ക് വേണം. അപ്പോൾ ഇതാ ഒരു 11 മണിയാകുമ്പോഴേക്കും അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ കൊടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് എടുത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ചോറ് ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. ഒരു 10-15 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. ഒരു 4 വർഷമായിട്ട് ഇവിടെ പൂച്ചകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എവിടേക്കും അങ്ങനെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. രാവിലെ പോയാൽ ഉച്ചയ്ക്ക് വരണം, ഉച്ചയ്ക്ക് പോയാൽ വൈകുന്നേരം വരണം. കാരണം ഈ പൂച്ചക്കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടേ. അപ്പോൾ ബന്ധുക്കൾക്ക് അമ്മയൊക്കെ ചോദിക്കുമ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ ഒന്ന് ഇവിടെ വന്ന് നിന്നൂടെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എങ്ങനെ ഈ പൂച്ചക്കുട്ടികളുള്ളപ്പോൾ എങ്ങനെയാണ് അമ്മ ഞാൻ വന്ന് നിൽക്കുക. അവരുടെ കാര്യമായാലും ഞാൻ നോക്കണ പോലെ ഇപ്പോൾ വേറെ കുട്ടികൾക്കൊന്നും അങ്ങനെ നോക്കാൻ പറ്റില്ല. അവരിപ്പോൾ ഞാൻ പോണ സമയത്തൊന്നും നോക്കുന്നല്ലാതെ എല്ലാ കാര്യമൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇന്ന് ഉള്ളി മുളക് അരച്ചിട്ട് അങ്ങോട്ട് മുരിങ്ങക്കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങയൊന്നും അരക്കണില്ല എന്ന് വെച്ചു. എന്താ വെച്ചാൽ ആരും ഇല്ലല്ലോ, ഞങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അത് മതി, ഇതിനൊരു സ്വാദുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പ് വെന്തു, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഉള്ളി മുളകും കൂടി ഒന്ന് അരച്ച് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ മുരിങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അങ്ങോട്ട് തിള വരുന്ന സമയത്ത് മുരിങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. സാധാരണ മുരിങ്ങക്കൂട്ടം വയ്ക്കുമ്പോൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടില്ലേ, അത് നല്ലൊരു സ്മെല്ലല്ലേ. അതെനിക്ക് അതും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മുരിങ്ങ എങ്ങനെ വെച്ചാലും ഇഷ്ടം കേട്ടോ. മുരിങ്ങ എങ്ങനെ വെറുതെ ഉള്ളി മുളക് ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മതി. ഇതിപ്പോൾ ഉച്ചത്തേക്കും ആയി, രാത്രിയിലേക്ക് ഇനിയിപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഇരിക്കുന്നുണ്ട്. വെള്ളയപ്പം ഒന്നും അങ്ങനെ പലഹാരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മിക്കവാറും രാത്രിയും ഉച്ചയ്ക്ക് ചോറ് വെച്ചാൽ ആ ചോറ് തന്നെ കേട്ടോ രാത്രിയിലേക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ ചോറ് കുറവാണെങ്കിൽ മാത്രമാണ് ദോശയോ എന്താ വെച്ചാൽ പലഹാരമൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതാ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഊണിനുള്ള കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. ഇനി സോയാബീൻസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ സോയാബീൻസ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് സോയാബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മതി, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതാ കുറച്ച് സോയാബീൻസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് അവിടെ സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ചൂടായ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാത് സ്ഥാനത്ത് അത് അടുക്കി വയ്ക്കുകയാണ്. കിണ്ണവും പ്ലേറ്റും ഗ്ലാസും കപ്പും എത്ര പാത്രം ഉണ്ടാവും, ഒരു ഹോട്ടലിൽ മോർന്ന പാത്രം ഉണ്ടാവും. 2 ആളാണെങ്കിലും 10 ആളാണെങ്കിലും പാത്രങ്ങൾ കഴുകാൻ ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാ കിണ്ണങ്ങളൊക്കെ എടുത്ത് പെറുക്കി വയ്ക്കുകയാണ്. ഇനി അടുക്കളയൊക്കെ അടിച്ചു വരണം, തുടയ്ക്കണം, തുണി അലക്കണം. കുളി രാവിലെ കഴിയും കേട്ടോ. എണീറ്റതും പൂച്ചക്കുട്ടികളെയാണ് ഞാൻ കണി കണ്ടിട്ടാണ് നീക്കുക. അവർക്ക് ക്യാറ്റ് ഫുഡ് കൊടുക്കും. അല്ലാതെ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്ത പോലെ തന്നെ അവരവിടെ നിർത്തി തന്നെ. അപ്പോൾ അവർക്ക് പാലും ക്യാറ്റ് ഫുഡൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ വന്നിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് എത്രയോ കുറേ കാലമായിട്ടുള്ള ശീലങ്ങളാണ് കേട്ടോ. പണ്ട് നല്ല കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ മടിച്ചായിരുന്നു കുളിക്കാനൊക്കെ. 11 മണി 12 മണിക്കൊക്കെ കുളിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. അപ്പോൾ ഇതാ ഓരോ പണികളായിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ പൂച്ചക്കുട്ടികൾക്ക് എന്നാൽ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് മീൻ ബാക്കി വയ്ക്കണത് നമ്മുടെ ഒരു പൂച്ചക്കുട്ടിക്ക് തീരെ വയ്യാന്നേ. അതിന് 2-3 വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഒരു വട്ടം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ 2 വട്ടം പ്രൈവറ്റ് വാണിയംകുളമുള്ള പെറ്റ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ 2 വട്ടം കൊണ്ടുപോയി. ആദ്യത്തെ വട്ടം പോയിട്ട് ഒരു 4 ഇഞ്ചക്ഷനും മെഡിസിനും എടുത്തു. പിന്നത്തെ വട്ടം പോയിട്ട് ഒരു 4 ഇഞ്ചക്ഷനും. ഇത് ഇപ്പോഴും മരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞരമ്പിൻ്റെ പ്രോബ്ലം ആണെന്നാണ് പറയണത്. അത് കാരണം കൊണ്ട് അതൊരു വിഷമമുണ്ട്. എന്താ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ ആളിങ്ങനെ ആക്റ്റീവല്ല, ഒട്ടും ആക്റ്റീവല്ല. ഇങ്ങനെ കളിക്കൊന്നുമില്ല, പൂച്ചക്കുട്ടികളുടെ കൂടെ കളിക്കൊന്നുമില്ല. ഇങ്ങനെ നോക്കി ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കും. എപ്പോഴും ദാ ഈ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. കണ്ണിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഒരു ഇൻഫെക്ഷനാണ്. കണ്ണിലൊഴിക്കാനുള്ള മരുന്നും പിന്നെ ഞരമ്പൊക്കെ ഒന്ന് നല്ല ഓട്ടമൊഴുക്കം വരാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. കൊടുക്കണൊക്കെ ഉണ്ട്. എന്നാലും ഒരു പ്രതീക്ഷ കുറവാണ്. എന്താ ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ഡോക്ടർക്കും ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയണത്. എന്താ ഇപ്പോൾ ചെയ്യുക, അതൊരു വിഷമമുണ്ട്. അപ്പോൾ ഇതാ പൂച്ചക്കുട്ടികൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്നു വിടൊന്നുമില്ല. പകലൊക്കെ മിക്കവാറും തുറന്നു വിടും കേട്ടോ. രാത്രി ഞാൻ മുകളിൽ പണി കഴിയാത്ത കാരണം കൊണ്ട് അവിടെ കൊണ്ടുപോയി അടച്ചിടും. പിന്നെ വലിയ പൂച്ചകളെയൊക്കെ പുറത്ത് വിടും കേട്ടോ. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് പോവും വരികയൊക്കെ ചെയ്യും. എന്നാലും എങ്ങോട്ടും പോവുകയൊന്നുമില്ല കേട്ടോ. അധികം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതാ അങ്ങനെ സ്ലാബും അടുക്കളയും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട് പണി മുകളിൽ പണിയണ സമയത്ത് മതിൽ പണിയും ഗേറ്റ് പണിയൊക്കെ വന്ന സമയത്ത് കുറേ ചെടികൾ നാശമായി പോയി. പിന്നെ വീടിൻ്റെ മുൻഭാഗം മൊത്തം തെങ്ങായിരുന്നു. ആ തണുപ്പിൽ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു. ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട്. റോഡിലൂടെ വണ്ടിയിൽ പോണവരും നടന്നു പോണവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നോക്കാതെ പോവില്ലായിരുന്നു. അത്രയും എനിക്കൊരു ഭ്രാന്തായിരുന്നു, ചെടിഭ്രാന്ത് പറഞ്ഞാൽ അത്രയും ഭ്രാന്തായിരുന്നു കേട്ടോ. അത്രയും പൂക്കളും ചെടികളും കൊണ്ട് ഇങ്ങനെ തട്ടി തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ കുറേ ഇവിടെ പണി നടക്കുന്ന സമയത്ത് ഞാൻ കുറേ വീട്ടിലേക്ക് കൊടുത്തു. ഇപ്പോൾ ഈ തെങ്ങൊക്കെ മുറിച്ച് കളഞ്ഞ് ഭയങ്കര വെയിലായി. ഇപ്പോൾ വീട്ടിൽ എവിടെയും തണുപ്പൊന്നുമില്ല. എന്താ വെച്ചാൽ മുകളിൽ ഓടിട്ട കാരണം കൊണ്ട് വീടിൻ്റെ ഉള്ളിലൊരു തണുപ്പുണ്ടെന്ന് മാത്രം. അത് കാരണം കൊണ്ട് ചെടികളൊക്കെ കുറേയൊക്കെ കരിഞ്ഞു പോയി. കുറച്ചൊക്കെ ഉള്ളൂ. ഇനി ഫ്രണ്ട് ഷീറ്റൊക്കെ ഇട്ടാൽ മാത്രമാണ് ഇനി ചെടി വളർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി തുണി തിരുമ്പണം. വാഷിംഗ് മെഷീനിലൊന്നും ഞാൻ ഇടാറില്ല. ഞാൻ പുറത്ത് ഈ കല്ലിലിട്ടിട്ട് തന്നെയാണ് തിരുമ്പാറ് കേട്ടോ. കുട്ടികളുടെയൊക്കെ തിരുമ്പും. എൻ്റെ ഹസ്ബൻഡിന് മാത്രമല്ല ഞാൻ തിരുമ്പണ്ടു. അപ്പോൾ ഞാനത് കല്ലിലിട്ട് കയ്യോടെ, പിന്നെ ആളുടെ വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ ആവാനുണ്ടേ അതൊന്നും വാഷിംഗ് മെഷീനിലിട്ട് അങ്ങോട്ട് വൃത്തിയാവില്ല. അപ്പോൾ ഇനി പരിപാടി തുണി തിരുമ്പാൻ പോക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ തുടപ്പൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ അടുക്കള മാത്രം ഞാനിങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കും കേട്ടോ, ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഈ തുടപ്പയും കൊണ്ട്. പിന്നെ കുട്ടികൾ ഹാളും റൂമൊക്കെ അവർ തുടച്ചു. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനി തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് സോയാബീൻസ് വറുക്കുക. ഞാൻ വറുക്കും അല്ലെങ്കിൽ അവർ വറുക്കും. അപ്പോൾ ഇനി തിരുമ്പൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മേല് കഴുകണം. രാവിലെ നേരത്തെ കുളിച്ചല്ലേ, ഇപ്പോൾ 10-11 മണിയായി കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷം കേട്ടോ.